ഹലോ നമസ്കാരം, രഞ്ജിത്ത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. അതായത് 20 ആളുകളാണ് കേരളത്തെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഡൽഹിയിലേക്ക് പോവുക. ഈ 20 ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നമ്മളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളുകളാണ്, അതും ഡൽഹിയിലാണ്, ഇന്ത്യൻ പാർലമെൻറ്റിലാണ്. അവിടെ കൂടുതലും സംസാരിക്കുന്ന ഭാഷ ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെയാണ്. അവിടെ ആളുകളുമായി നന്നായി നെറ്റ്വർക്ക് ചെയ്യേണ്ടതുണ്ട്, നമ്മളുടെ പവർ നന്നായി ഉപയോഗിക്കേണ്ടതുണ്ട്, കമ്മ്യൂണിക്കേഷൻ വളരെ ക്ലിയർ ആവേണ്ടതുണ്ട്, വളരെ അസേർട്ടീവായി സംസാരിക്കേണ്ടതുണ്ട്, കൃത്യമായി കാര്യങ്ങളെ അനലൈസ് ചെയ്യാൻ അറിയേണ്ടതുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നല്ല എക്സ്പോഷറുള്ള, നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള, നല്ല കോർഡിനേഷൻ കപ്പാസിറ്റിയുള്ള, നല്ല കമ്മ്യൂണിക്കേഷനുള്ള ആളുകളൊക്കെയാണ് നമ്മളെ റെപ്രസെൻ്റ് ചെയ്യേണ്ടത്. കേരളത്തിലെ ജനത, 4 കോടിയൊക്കെ വരുന്ന ജനത അത് അർഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. മാത്രമല്ല, മലയാളികളാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ബ്രാൻഡുകളുടെ പോലും തലപ്പത്തിരിക്കുന്നത് എന്നുള്ളതും രസകരമായ കാര്യമാണ്. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള പല കമ്പനികളിലും ഏറ്റവും മുകളിലിരിക്കുന്ന ആളുകൾ, ഞാൻ പല മൾട്ടിനാഷണൽ കോർപ്പറേറ്റ്സിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഇപ്പോഴും വർക്ക് ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഏറ്റവും മുകളിലിരിക്കുന്ന പല ആളുകളും മലയാളികളാണ് എന്നുള്ളത് വളരെ ആശ്ചര്യമുണ്ടാക്കുന്ന കാര്യമാണ്. അതായത് അത്രയും ഐക്യമുള്ള, അത്രയും കാലിബറുള്ള ഇഷ്ടംപോലെ മലയാളികൾ നമ്മുടെ ലോകത്തെമ്പാടുമായിട്ട് ഉണ്ട്. അപ്പോൾ നമ്മളെ റെപ്രസെൻ്റ് ചെയ്യുന്ന മലയാളികളും അത്തരത്തിലുള്ളവർ ആയിരിക്കണ്ടേ, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയും ആയിക്കൊള്ളട്ടെ. അപ്പോൾ ഈ 20 സ്ഥലങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആരെയൊക്കെ സജസ്റ്റ് ചെയ്യാൻ പറ്റും? രാഷ്ട്രീയമെല്ലാം മാറ്റിവെച്ചോളൂ. കാരണം രാഷ്ട്രീയമെല്ലാം രാഷ്ട്രത്തിന് വേണ്ടി തന്നെയാണ്, ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ മാനദണ്ഡങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഓരോ മണ്ഡലത്തിലും ആരെയായിരിക്കും നിങ്ങൾ സജസ്റ്റ് ചെയ്യുക എന്ന് പറയാമോ? എൻ്റെ അഭിപ്രായത്തിൽ തിരുവനന്തപുരം പോലെ ഒരു ലോകസഭാ മണ്ഡലം എടുത്തു നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് നമുക്ക് അത്യാവശ്യം നല്ല കാഴ്ചപ്പാടുള്ള ശശി തരൂരിനെ പോലുള്ള ഒരാളൊക്കെ ഉണ്ട്. അദ്ദേഹത്തെ ഇലക്ട് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതൊരു രാഷ്ട്രീയ ഇൻക്ലിനേഷൻ വെച്ചിട്ട് പറയുന്നൊന്നുമല്ല. എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ വിശ്വപൗരൻ എന്നൊക്കെ പറയുമ്പോൾ പല ആൾക്കാരും ട്രോൾ ചെയ്യുന്നതൊക്കെ കാണാം. രാഷ്ട്രീയ വശം വെച്ച് മാത്രമാണ് ആ ട്രോളിംഗ് ഉള്ളത്. അദ്ദേഹത്തിൻ്റെ പല വീഡിയോസ് നിങ്ങൾ എടുത്തു നോക്കണം. അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റിലുള്ള പ്രസംഗങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്കണം. എത്രമാത്രം കാര്യങ്ങളെ അഗാധമായി പഠിച്ചുകൊണ്ടാണ് അദ്ദേഹം കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് കാണാം. പലപ്പോഴും പല കാര്യങ്ങളും ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഒരു എം പിക്കും ഒരുപാട് പരിമിതികളുണ്ട്. എങ്കിൽ പോലും അതിന് ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുള്ള എം പി തന്നെയാണ്. പല ആൾക്കാരും എം പിയുടെ വികസന ഫണ്ട് എത്രമാത്രം നമ്മൾ ചെലവഴിച്ചു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടൊക്കെയാണ് പല ആൾക്കാരും അസസ്മെൻറ്റ് നടത്തുന്നത്. കൃത്യമായിട്ടുള്ള പ്രൊജക്റ്റുകളില്ലാതെ വെറുതെ ഏതെങ്കിലും ഒരു കാര്യത്തിന് ചെലവഴിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം എത്രമാത്രം പ്രസൻറ്റ് ചെയ്യുന്നു, എത്രമാത്രം വലിയ പ്രൊജക്റ്റുകളുടെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ കൈകൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ വളരെ പ്രധാനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശശി തരൂരിനെ പോലെ ഒരാൾ വളരെ അപൂർവമാണ്, വളരെ റെയറാണ്. അദ്ദേഹത്തെ ഇലക്ട് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ അത് എടുക്കുക എന്നുള്ളത് തന്നെയാണ്. തിരുവനന്തപുരം തീർച്ചയായിട്ടും ശശി തരൂരിനെ പോലുള്ള ഒരാളെ സെലക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ ട്രെൻഡുകൾ വ്യക്തമാക്കുന്നത്. കൊല്ലത്തേക്കൊക്കെ വരുന്ന സമയത്ത് കൊല്ലത്ത് നമുക്കറിയാം NK പ്രേമചന്ദ്രൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിച്ച് പ്രസൻറ്റ് ചെയ്യുന്ന ആളാണ്, മോശക്കാരനാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഉള്ളതിൽ വെച്ച് തൽക്കാലം NK പ്രേമചന്ദ്രനെയൊക്കെ നമുക്ക് റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ മുകളിലേക്ക് വരുമ്പോൾ അത് പൂർണ്ണമായ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരികയാണ്. ഇപ്പോൾ മാവേലിക്കര പോലൊരു മണ്ഡലത്തിൽ മത്സരിക്കുന്ന, ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് ഒരുപാട് തവണ മത്സരിച്ച് ജയിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹം നല്ല പാർലമെൻറ്റേറിയനാണ്, നല്ല രാഷ്ട്രീയക്കാരനാണ് എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ കപ്പാസിറ്റിയോ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ കൃത്യമായി അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിനേക്കാൾ നല്ല ഒരാളെ കിട്ടില്ലേ എന്നുള്ളതാണ്. പൊതു ജനങ്ങളുടെ ഇടയിൽ നിന്നാണ് ഞാൻ പറയുന്നത്, രാഷ്ട്രീയക്കാരുടെ ഇടയിൽ നിന്നല്ല. രാഷ്ട്രീയം എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ പലപ്പോഴും വളരെ ചെറുതായി ചിന്തിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ്. ലോകത്തിലുള്ള എല്ലാ ആളുകൾക്കും സത്യം പറഞ്ഞാൽ ഉള്ളിലൊരു രാഷ്ട്രീയമുണ്ട്. ചിലപ്പോൾ അത് അവൻ്റേതായ രാഷ്ട്രീയമായിരിക്കും, അവൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള രാഷ്ട്രീയമായിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ. കൃത്യമായ ഒരു കാഴ്ചപ്പാടുള്ള ആളുകൾ തന്നെയാണ്. അതിന് വലിയ കാഴ്ചപ്പാട് ആക്കി മാറ്റാൻ പറ്റുമ്പോൾ ചുറ്റുമുള്ള എല്ലാ ആളുകളിലേക്കും ആ കാഴ്ചപ്പാടിനെ സന്നിവേശിപ്പിക്കാൻ സാധിക്കുമ്പോഴൊക്കെയാണ് അദ്ദേഹം ഒരു ലീഡറാവുന്നത്. അത്തരത്തിലുള്ള ആളുകളെ, അങ്ങനെ ഒരാളെ നിങ്ങൾക്ക് മാവേലിക്കരയിൽ സജസ്റ്റ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. മാവേലിക്കരയിലായിക്കോട്ടെ, പത്തനംതിട്ടയിലായിക്കോട്ടെ, ആലപ്പുഴയിലായിക്കോട്ടെ, പലപ്പോഴും മികച്ച പാർലമെൻറ്റേറിയൻ, മികച്ച ലീഡർഷിപ്പ്, മികച്ച കോർഡിനേഷൻ എന്നൊക്കെ KC വേണുഗോപാലിനെ കുറിച്ച് പറയുമെങ്കിലും അതിനപ്പുറത്തേക്ക് ആലപ്പുഴയെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. കിഴക്കിൻ്റെ വെനീസ് എന്നൊക്കെ നമ്മൾ വിളിച്ചിരുന്ന, ഇപ്പോൾ വിളിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, അങ്ങനെ വിളിച്ചിരുന്ന വെനീസിലൊക്കെ പോയി കാണുമ്പോഴാണ് കിഴക്കിൻ്റെ വെനീസ് എന്ന് നമുക്ക് ആലപ്പുഴ വിളിക്കാൻ പറ്റുമോ എന്നുള്ള വലിയ ചോദ്യം വരുന്നത്. കാരണം ആലപ്പുഴ ടൗണിലൂടെ ഒഴുകുന്ന തോടുകളിൽ പോലും ഇപ്പോഴും മാലിന്യം കെട്ടിക്കിടക്കുന്ന അവസ്ഥയുണ്ട്, കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്ത അവസ്ഥകളുണ്ട്.
അതിനെയൊക്കെ നമുക്ക് ലോക ടൂറിസം ഭൂപടത്തിൽ തന്നെ അടയാളപ്പെടുത്താവുന്ന സ്ഥലങ്ങളാണ്. ആ സ്ഥലങ്ങളെ എന്തുകൊണ്ട് നമുക്ക് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല? സന്തോഷ് ജോർജ് കുളങ്ങരയെ പോലെയൊക്കെയുള്ള ആളുകൾ, അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയം കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്. നമുക്കൊരു പവർ ഉണ്ടെന്ന് പറഞ്ഞാലും പലപ്പോഴും കടലാസിൽ ഒതുങ്ങിപ്പോകുന്ന പവറാണ്. അപ്പം ആളുകൾ കല്ലെറിയാൻ വേണ്ടി കാത്തു നിൽക്കുക. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ എനിക്കറിയാം നീ ആരാണിത് പറയാൻ എന്ന് ചോദിക്കാൻ വേണ്ടിയും കമൻ്റ് ഇടാൻ വേണ്ടിയും മോശപ്പെട്ട കാര്യങ്ങൾ എഴുതാൻ വേണ്ടിയും മാത്രം വരുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ നല്ലതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ അതിന് ചെയ്യാൻ പറ്റുന്ന വലിയ രീതിയിൽ ചിന്തിക്കാൻ കഴിയുന്ന എക്സ്പോഷറുള്ള ആളുകൾ ഇവിടെയുണ്ട്. ആ ആളുകളെ എന്തുകൊണ്ടാണ് രാഷ്ട്രീയത്തിൻ്റെ പേര് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ അകറ്റി നിർത്തുന്നത് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. കാരണം ഇത് എപ്പോഴാണോ നമ്മൾ അവസാനിപ്പിക്കുന്നത് അപ്പോൾ മാത്രമേ നമുക്ക് നല്ല ജനപ്രതിനിധികളെ സൃഷ്ടിക്കാൻ കഴിയുകയുള്ളൂ. രാഷ്ട്രീയത്തിൽ ഓൾറെഡി ഉള്ള നല്ല ആളുകളുമുണ്ട്, പലപ്പോഴും അവരെ സൈഡ് ലൈൻ ചെയ്യാണ് പതിവ്. എഡ്യൂക്കേഷനുള്ള ആളുകൾ, എക്സ്പോഷറുള്ള ആളുകൾ, അതിനേക്കാൾ വലിയ കുതന്ത്രങ്ങളും പാർട്ടി ബന്ധങ്ങളും സാധ്യതകളുമുള്ള ആളുകളൊക്കെ ചിലപ്പോൾ പാർട്ടിയിൽ മുകളിലേക്ക് കയറി വരാനുള്ള സാധ്യതകൾ, അത് കോൺഗ്രസ്സിലാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണെങ്കിലും BJPയിലാണെങ്കിലും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. അപ്പോൾ പാർട്ടി ബന്ധങ്ങളും ഗോഡ് ഫാദേഴ്സും ഒക്കെ ഉള്ള ആളുകൾ പാർട്ടിയുടെ മുകളിലേക്ക് വളരെ ഈസി ആയിട്ട് കയറി വരികയും അതൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണെന്ന് തെറ്റിദ്ധരിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ നിലവിലുള്ളത് കൊണ്ട് നമുക്ക് പലപ്പോഴും ജനപ്രതിനിധികളെ കിട്ടുന്നില്ല. എറണാകുളം പോലുള്ളൊരു സ്ഥലത്ത് ഹൈബിയുടെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിച്ച് പ്രസൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുകയും അദ്ദേഹം ആ ബോഡി ലാംഗ്വേജ് ഒക്കെ കീപ്പ് ചെയ്യാനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ്. പേഴ്സണലി അത്യാവശ്യം കുഴപ്പമില്ല എന്ന് നമുക്ക് തോന്നുന്ന ഒരാൾ കൂടിയാണ്. എങ്കിൽ പോലും ഒരു പക്ഷേ അതിനേക്കാളൊക്കെ കുറേയും കൂടി വിശാലമായി ചിന്തിക്കാൻ പറ്റുന്ന ആളുകളെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ. അപ്പുറത്ത് ഇപ്പോൾ 2024 സംഘടനകൾ വരുന്നു. ഇപ്പം സാബു ജേക്കബ് സാധാരണ ഒരുപാട് ഒരു ജനകീയ സപ്പോർട്ട് അതിന് ചുറ്റുമുള്ള ആളുകളുടെ ഭാഗത്ത് നിന്ന് 2020 കിട്ടുന്നുണ്ട്. അതിന് കാരണം അവരുടെ റിയൽ ബെനിഫിറ്റ്സ് അനുഭവിക്കുന്ന ആളുകളാണ്. അപ്പോൾ ബാക്കിയുള്ള രാഷ്ട്രീയക്കാരെല്ലാവരും കൂടി ഒരുമിച്ച് എതിർത്തുകൊണ്ട് സാബു മുതലാളി എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രത്യേക ചിന്താധാരയെ ഉപയോഗിച്ചുകൊണ്ട്, ഒരു ടൂളായി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ തകർക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ പല ചിന്താധാരകളുണ്ട്. ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണ വെച്ചിട്ടൊന്നല്ല പല ആളുകളും പറയുന്നത്. അപ്പം സാബു ജേക്കബ് എന്ന് പറയുന്ന വ്യക്തി ഒരു വലിയ ഒരു ഓർഗനൈസേഷൻ ലീഡ് ചെയ്യുകയും അതിനെ റൺ ചെയ്യുകയും വിജയിപ്പിക്കുകയും ഒക്കെ ചെയ്ത ആളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി നമുക്ക് അംഗീകരിക്കാതെ പറ്റില്ല. അത്തരത്തിലുള്ള ആളുകളുണ്ട് തീർച്ചയായിട്ടും. അത് സെലക്ട് ചെയ്യപ്പെട്ടാൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് കിഴക്കമ്പലത്തും ചുറ്റുപാടുമുള്ള മേഖലകളിലൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം നിഷ്പക്ഷമായി ചിന്തിക്കുകയാണെങ്കിൽ കേരളത്തിലെ ഓരോ മേഖലയിലും കഴിവ് തെളിയിച്ചിട്ടുള്ള പ്രഗത്ഭരായ ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള കമ്മ്യൂണിക്കേഷൻ കപ്പാസിറ്റി ഉള്ള ആളുകളുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നിങ്ങളുടെ അഭിപ്രായത്തിൽ, എൻ്റെ വീഡിയോ ഇതിനു വേണ്ടിയാണ്, നിങ്ങളുടെ അഭിപ്രായത്തിൽ, എൻ്റെ അഭിപ്രായങ്ങൾ ചിലതൊക്കെ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ അഭിപ്രായത്തിൽ കേരളത്തിൽ നിന്ന് 20 ജനപ്രതിനിധികളെ സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് ആരെയൊക്കെ ആയിരിക്കും എന്നൊന്ന് കമൻറ്റ് ചെയ്യാമോ? രാഷ്ട്രീയം ദയവ് ചെയ്ത് ഇവിടെ ചർച്ച ചെയ്യരുത്. കാരണം ഞാൻ രാഷ്ട്രീയപരമായി ഒന്നും പറയാനോ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആളുകളുടെ ക്വാളിറ്റി മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള ആളുകളെ നമുക്ക് ആവശ്യമാണ് നമ്മളുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടിനെ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ. ആരൊക്കെ ആയിരിക്കും നിങ്ങളുടെ മനസ്സിലുള്ളത്? കമൻറ്റ് ചെയ്യൂ.